ഇന്ന് ഞാൻ ഒരു ഡബിൾ സൈഡഡ് 2-in-1 മാസ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മാസ്കിന് ഉപയോഗിക്കുന്ന തുണിയാണിത്. ഇത് ഇച്ചിരി തിക്കാണ്, ഭയങ്കര തിക്കൊന്നുമല്ല, ശ്വാസമൊക്കെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു വശം ഈ കളറും മറ്റു വശം പ്രിന്റഡ് കളറും വെച്ചിട്ട് ആദ്യം 6x6 ഇഞ്ച് കാർഡ് എടുത്ത് ഈ പറയുന്ന അളവുകൾ അടയാളപ്പെടുത്തുക. ഇനി നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കാവേ. ഈ കാർഡ് ബോർഡ് എത്ര മാസ്ക് വേണമെങ്കിലും ഇത് വെച്ചിട്ടുണ്ടാക്കാം. ഇതൊരെണ്ണം ആദ്യം ഉണ്ടാക്കി വെച്ചാൽ മതി. ഇങ്ങനെ പേപ്പർ കട്ട് വെച്ചിട്ട് വരച്ചെടുക്കുക. ഈ ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് ഡബിൾ സൈഡഡ് മാസ്കാണ്. അത് കട്ട് ചെയ്തെടുക്കാവേ. ഈ ലാസ്റ്റിക് വേണം ഇവിടെ വെക്കാനായിട്ട്. ഒരു 6.5 ഇഞ്ചിൻ്റെ 2 പീസസ് കേട്ടോ. ആദ്യം മാസ്കിൻ്റെ കർവ് വശം തയ്ച്ചെടുക്കാം. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കർവായിട്ട് തയ്ച്ചെടുക്കണം. വശം എടുക്കുക. ഇങ്ങനെ ഇവിടെയും ഇത് ജോയിന്റ് കറക്റ്റായിട്ട് പിടിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. ഇവിടെ കൂടി തയ്ച്ചെടുക്കണം. ഇത് തയ്ച്ചെടുത്ത പോലെ തന്നെ നമ്മൾ ഇവിടെയും തയ്ച്ചെടുക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നല്ല വശം പുറത്തേക്ക് എടുക്കണം. നമുക്ക് ഉള്ളിൽ നിന്ന് പുഷ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ തയ്യൽ തുമ്പെല്ലാം അകത്ത് പോയി. ഇവിടെ ഏകദേശം ഒരു ഇഞ്ചോളം നമ്മൾ അകത്തേക്ക് പുഷ് ചെയ്ത് വെക്കാറുണ്ട്. മുഖത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഇത്രയും വലുത് വേണ്ടി വരില്ല. അപ്പം നമ്മൾ ഈ ഉള്ളിലോട്ട് വെക്കണം. കുറച്ചുകൂടി ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. വലിയ ആളുകളാണെങ്കിൽ ഇത് മാക്സിമത്തിൽ എടുക്കാം. വലിയ ഫേസ് ഉള്ളവർക്ക് മാക്സിമം എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് എന്തോരം കവർ ചെയ്യണമെന്ന് നമ്മളത് ഇവിടത്തെ വെച്ചിട്ട് തീരുമാനിക്കാം. ഇതിങ്ങോട്ട് നീട്ടിയെടുക്കുകയും ചെറുതാക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇത്ര ഏതായാലും അകത്തിട്ടും ഉണ്ട്. ഇതിങ്ങനെ അളവ് പിടിച്ച് നോക്കണം, രണ്ടും ഒരുപോലെയാണെന്ന്. ഇപ്പറല്ലേ ഇതാണ് നമ്മുടെ ജോയിൻറ്റ് വെക്കുക. ഇത് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഒരുപോലെ ഇരിക്കും മാസ്ക്. ഇനി നമുക്ക് തയ്ക്കാം, വള്ളി പിടിപ്പിക്കാം. ഒരു മാർക്ക് അടയാളപ്പെടുത്തിയാൽ അത്രയും വശം ഉള്ളിലോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ വളച്ചിട്ട് എടുത്ത് ഇവിടെ മാർക്കുള്ള വശം ഇതിനുള്ളിലോട്ട് കയറ്റിട്ട് കൊടുക്കണം. ഇതുമ്പോൾ നിർത്തിയിട്ട് ഇലാസ്റ്റിക് ശരിക്കും വെച്ചിട്ട്, ഇലാസ്റ്റിക് ചെറിയ കുട്ടികൾക്ക് കുറച്ച് മതി. ഇപ്പോൾ ഇത് 6.5 ഇഞ്ച് ഉണ്ട്. ചെറിയ പിള്ളേർക്കാണെങ്കിൽ 5 ഇഞ്ചൊക്കെ മതിയാവും. ചിലപ്പോൾ വണ്ണമുള്ള മുഖമുള്ളവർക്കാണെങ്കിൽ 7 ഇഞ്ച് എടുക്കുക, അല്ലെങ്കിൽ 7.5 ഇഞ്ച്. അത് അവരവരുടെ ഫേസിൻ്റെ വണ്ണം അനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇങ്ങനെ ഇരിക്കും. ആ വശം ഇങ്ങനെ ഇരിക്കും. ഇവിടെ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. മൂക്കിനും വായിക്കും വർത്താനം പറയാൻ എല്ലാത്തിനും സ്പേസ് ഉണ്ട്. അപ്പോൾ കംഫർട്ടബിളായിട്ട് ഇടാം. ചെവിക്ക് നല്ല ലൂസായിട്ട് അധികം ടൈറ്റില്ലാതെ. ഈ മാസ്ക് ഉപയോഗിച്ചാൽ കണ്ണട വെക്കുന്നവർക്ക് കണ്ണട ഫോഗി ആകാതിരിക്കും. എല്ലാവരും ഓരോന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കും.